ആഹാ, ഡാന്യൂബ് ഇന്ന് ട്രോഫി ആയിട്ടൊക്കെയാണല്ലോ വന്നേക്കുന്നത്. അതെ അതെ. ഏതാണ് ഫേവറേറ്റ് ഗെയിം എന്ന് പറയുന്നത്? എന്റെ ഫേവറേറ്റ് സ്പോർട്സ് ഇവന്റ് എന്ന് പറയുന്നത് ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ. അതെ. കുഞ്ഞുനാൾ മുതലേ ബാഡ്മിന്റണിൽ ഭയങ്കര താല്പര്യമുള്ള ഉണ്ട് ആളാണ്. ഉണ്ട് അത്യാവശ്യം. വെരി ഗുഡ്. അപ്പൊ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മളിപ്പോ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഷോക്കേസിൽ ഇതുമാതിരിയുള്ള ട്രോഫികൾ ധാരാളം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. എന്റെ വീട്ടിൽ വന്ന 2 ഷോക്കേസ് അതുപോലെ കാണാം. ആഹാ. എന്റെ വീട്ടിൽ ഒരു ഷോക്കേസിൽ മെഡലുകളും ട്രോഫികളൊക്കെ നിറഞ്ഞ് തിങ്ങിട്ട് എന്റെ അമ്മ രണ്ടാമത്തെ ഷോക്കേസ് വരെ പണിതിട്ടുണ്ട്. ഞങ്ങൾ 3 പേരാ. ശരി. അപ്പൊ കുറെ അധികം ട്രോഫീസ് ഉണ്ട്. യെസ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറിയ ചെറിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. ഉണ്ട് എന്റെ നാട്ടിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓണം വരാണല്ലോ. അപ്പൊ ഓണം വരുന്നതിനെ സംബന്ധിച്ച് ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ കുറെ അധികം ഇവന്റുകൾ ഇങ്ങനെ സംഘടിപ്പിക്കും. മത്സരങ്ങൾ സംഘടിപ്പിക്കും. ആ, അതെ. ചാക്കിൽ കയറി ഓട്ടം, അതെ. പുന്നക്ക പറക്കൽ, പിന്നെ ഓട്ടം തന്നെയുണ്ട്. ഓട്ടം ചാട്ടം, അതെ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിക്കും. ആ മത്സരത്തിനൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ട്രോഫികളാണ് അല്ലേ? ഇത് കൊണ്ടുവച്ച് വീട്ടിൽ കൊണ്ടുവച്ചൊരു സമാധാനമാണ്. നമുക്കൊരു ഭയങ്കര സന്തോഷവും ആത്മവിശ്വാസമൊക്കെ. ഇതേപോലെ നാട്ടിൻപുറത്തെ ഇത്തരത്തിലുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലൂടെ വളർന്നു വന്ന ഒരു വലിയ കായിക പ്രതിഭയുടെ ജന്മദിനമാണ് ഇന്ന് ഓഗസ്റ്റ് 29. യെസ്, ധ്യാൻചന്ദിന്റെ ജന്മദിനമാണെന്ന്. നമ്മളെ ഇന്നാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ അന്നാണ് ഇന്ത്യയിൽ ഇവിടെ ദേശീയ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. യെസ്, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഒരു അനുഗ്രഹീത കായിക പ്രതിഭയാണ് ധ്യാൻചന്ദ് എന്ന് പറയുന്നത്. എന്തായാലും ആ മഹാ കായിക പ്രതിഭയ്ക്ക് മുന്നിൽ റേഡിയോ മീഡിയ വില്ലേജ് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അതെ. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ചകൾ ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ സ്ഥലത്ത് പാരാലിമ്പിക്സിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആയിരുന്നു ഇനോഗ്രേഷൻ പാരീസിൽ. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് 2 കൈയും 2 കാലും ദൈവം തന്നിട്ട് നമ്മൾ എത്ര പേര് ഈ സ്പോർട്സ് എല്ലാ സ്പോർട്സിലും അല്ലെങ്കിൽ ഒരു സ്പോർട്സിലും ആരൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാരെ പ്രത്യേകമായിട്ട് പരിഗണിച്ച് നടത്തുന്ന സ്പോർട്സ് ഇവന്റ് ആണ് പാരാലിമ്പിക്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം ഭിന്നശേഷിക്കാർ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നു. ഈ ഭിന്നശേഷിക്കാരുടെ തന്നെ ഏറ്റവും വലിയ ഒരു കായിക മാമാങ്കമാണ് പാരാലിമ്പിക്സ്. യെസ്, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 11 ദിവസം, 22 മത്സരങ്ങൾ, 182 രാജ്യങ്ങൾ, അതാണ് 549 ട്രോഫികൾ, 4400 കായിക താരങ്ങൾ. യെസ്, അതാണ് പാരാലിമ്പിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും പാരീസ് ഇത്തരം ഒരു കായിക മാമാങ്കത്തിന് വേദിയാകുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭിന്നശേഷി കായിക പ്രതിഭകൾക്കും റേഡിയോ മീഡിയ വില്ലേജിന്റെ അഭിനന്ദനങ്ങൾ, ബിഗ് സല്യൂട്ട് നേരുകയാണ്. പിന്നെ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഇന്ന് സ്പോർട്സ് ഡേ ആണ്. അപ്പൊ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. നിങ്ങൾ കുറച്ചും കൂടെ സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരൊന്ന് എടുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമായിരിക്കില്ല, അവരുടെ മെന്റൽ ഹെൽത്തും കൂടെ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. നമ്മള് പലരും ഈ സമയത്ത് ഫോൺ അഡിക്ട്സും അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ, എന്റെ ഒരു പ്രായം മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ഒരു ഫോണിൽ ഒരു റൂമിൽ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ്. എക്സസൈസ് ചെയ്യാൻ പോലും മടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സ്പോർട്സിലേക്കൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടെ സൂക്ഷിക്കാം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. യെസ്. അപ്പൊ ധാരാളം കുഞ്ഞുങ്ങൾ, പുതിയ തലമുറ ഈ സ്പോർട്സിലേക്കും കായിക രംഗത്തേക്കും ഒക്കെ കടന്നു വരട്ടെ. നമ്മുടെ നാട്, നമ്മുടെ കേരളം, നമ്മുടെ ഭാരതം കായിക രംഗത്ത് കുതിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്. കൂടെയുണ്ട് RJ വിപനും RJ ഡാന്യൂബും.